ഹലോ ഗെയ്സ്, ഇന്ന് ഞാനൊരു കർഷകൻ്റെ കണ്ണീർ കഥ പറയാനായിട്ട് വന്നിരിക്കുന്നു കേട്ടോ. ഇത് വളരെ വേദനാജനകമായൊരു കാഴ്ചയാണ്. ഇത് നല്ലൊരു ഇഞ്ചിത്തോട്ടമാണ്. ഏകദേശം 5 ഏക്കറുണ്ട്. ഇത് നല്ല രീതിയിൽ വിളഞ്ഞൊരു തോട്ടമായിരുന്നു. പക്ഷേ ഇപ്പം പറിച്ചു നോക്കുമ്പോഴാണ് ഇതിനുള്ളിൽ കേട് ബാധിച്ചിട്ട് ഇഞ്ചിയെല്ലാം കെട്ടുപോയ ഒരവസ്ഥയിലാണ്. അതായത് 500 ചാക്ക് 2 മാസം മുമ്പ് വരെ വിളവുണ്ടായിരുന്നൊരു തോട്ടമാണ്. ഇപ്പോൾ പറിക്കുമ്പോൾ 100 ചാക്ക് പോലും തികച്ച് കിട്ടില്ല. ഒന്നാമത് വിലത്തകർച്ചയാണ്. 1500 രൂപയാണ് വിലയുള്ളത്. പക്ഷേ ഇപ്പോൾ അത് 1500 രൂപയ്ക്ക് പകുതിയെങ്കിലും മുടക്ക് കിട്ടുമായിരുന്നത് ഇപ്പോൾ ഒരു 10-1 പോലും മുടക്ക് തിരിച്ച് ലഭിക്കാത്തൊരവസ്ഥയാണ്. അതിൻ്റെ ഫീലിംഗ് മനസ്സിലാവണമെങ്കിൽ നമ്മളൊരു കൃഷി ചെയ്ത് നോക്കണം. ഒരു വർഷം നട്ട് നനച്ച് പരിപാലിച്ച് കൊണ്ടുവന്ന് കിട്ടേണ്ടിയിരുന്ന ഒരു വിളയാണ് നശിച്ചു പോയിരിക്കുന്നത്. അപ്പോൾ വളരെ വേദനാജനകമായൊരു കാഴ്ചയാണ്. 5 ഏക്കറിന് ഏതാണ്ട് 35 ലക്ഷം രൂപ ചിലവ് വരുന്നുണ്ട്. അതിൻ്റെ ഒരു 5% പോലും ഇപ്പോൾ തിരിച്ച് ലഭിക്കാത്തൊരവസ്ഥയാണ്. എൻ്റെ ഓണർ ഇവിടെ ഇല്ല, അയാൾ കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞ് സ്ഥലത്തോട്ട് പോലും വന്നില്ല. അപ്പോൾ ഇതിപ്പോൾ നല്ലത് നോക്കി തിരിഞ്ഞ് പറക്കിയെടുക്കുകയാണ്. അതായത് ഒന്നും ലഭിക്കില്ല, പണിക്കൂലി പോലും ലഭിക്കില്ല. അപ്പോൾ അങ്ങനെയൊരു അവസ്ഥയിലാണ് ഈ തോട്ടം ഉള്ളത്. അപ്പോൾ ഓരോ കർഷകൻ്റെയും ഓരോ അനുഭവമാണിത്. അത് മറ്റ് ജോലികൾ ചെയ്യുന്നവർക്ക് അതിൻ്റെ ഫീലിംഗ് മനസ്സിലാവില്ല. മറുനാട്ടിൽ വന്ന് ഇവിടെ കാലാവസ്ഥയോടും ഓരോരോ പ്രതിസന്ധിയോടും അതിജീവിച്ച് ഒരു വർഷം വിളവ് നോക്കി ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഇത്തരത്തിലായാൽ എങ്ങനെയാണ് ഓരോ കർഷകനും മുന്നോട്ട് പോവുക? ഇങ്ങനെയുള്ളവരാണ് ആത്മഹത്യ വരെ ചെയ്തു പോകുന്നത്. കാര്യം നമ്മളുടെ അടുത്ത് ഇറക്കാൻ പൈസ ഇല്ലെങ്കിൽ നമ്മൾ പല ലോണുകളും കാര്യങ്ങളും അതേപോലെ പലരുടെയും വായ്പ മേടിച്ചിട്ടാണ് അടുത്ത വർഷം വിളവെടുത്തിട്ട് ഈ പൈസ തിരിച്ച് കൊടുക്കാമെന്നുള്ള വിശ്വാസത്തിലാണ് വിളവിറക്കുന്നത്. പക്ഷേ അത് തിരിച്ച് ലഭിക്കാത്തൊരവസ്ഥയാണ്. അപ്പം ഒരു കർഷകൻ്റെ അവസ്ഥയെങ്കിലും മനസ്സിലാക്കണം നിങ്ങൾ എല്ലാവരും. അപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടെങ്കിലും ഇതൊന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, ബൈ.